ഇതെന്താ ഓടിയിട്ട് എത്താത്തേ? സമയം 10 മണിയാകാറായി. ഒന്ന് വീട്ടിൽ എടുത്ത് കിട്ടിയാൽ മതിയായിരുന്നു. ഹായ് ഗായ്സ്, ഞാനെത്തി. ഞാൻ വൈകിട്ടൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ജിയ അലക്സിനെ തള്ളി ബെഞ്ചിലിരുന്നു. എന്താ അലക്സ്, നീ എപ്പോ നോക്കിയാലും ഇങ്ങനെ പുസ്തകപ്പുഴ ആകല്ലേ? അലക്സ് ജിയോട് ചോദിച്ചു. എന്താ ജിയെ, നിനക്ക് കുറച്ച് നേരത്തെ വന്നൂടെ? ജിയ അവളുടെ ബാഗിൽ നിന്ന് ലിപ്സ്റ്റിക് എടുത്തിട്ടോണ്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊക്കെ പറയാം, എനിക്കല്ലേ അറിയുള്ളൂ. അലക്സ് ജിയോട് പറഞ്ഞു. എന്തിനാടി രാവിലെ തന്നെ ലിപ്സ്റ്റിക്കും വാരി തേച്ച് ഇറങ്ങിക്കോളൂ. നിനക്ക് മേക്കപ്പിനെ പറ്റി എന്തറിയാം? ഇതൊക്കെ ഒരു കുല മഹിമയാണ്. സൗന്ദര്യബോധവും കലാബോധവും ഒന്നുമില്ലാത്തവന്മാരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അലക്സ് ജിയോട് പറഞ്ഞു. ആയിക്കോട്ടെ, ഇതപ്പോ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയതാണല്ലേ. അപ്പോ ഈ വട്ട് കുടുംബത്തിനും ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ പിന്നെ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ പോടാ, നിന്റെ തലയിൽ ഈ പഠിപ്പ് മാത്രമാണ്. ഈ കലാബോധം, ഈ സൗന്ദര്യബോധം ഇതൊന്നും ആസ്വദിക്കാനുള്ള കഴിവ് നിനക്കില്ല. നിനക്ക് മേക്കപ്പിനെ പറ്റി എന്തറിയാം? പിന്നെ രാവിലെ തന്നെ 5 കിലോ പൊട്ടിയും മയക്കിടുന്ന പൊടിയും വരുത്തൊഴിച്ചോണ്ട് വരുന്നല്ലേ നിന്റെ മേക്കപ്പ്. നിനക്ക് പറഞ്ഞ പോരെ, എന്റെ 12ാമത്തവൻ എന്നെ കാത്തിരിക്കുവാണ്. എന്തോന്ന് 12ാമത്തവനോ? എനിക്ക് മനസ്സിലായില്ല അങ്ങോട്ട്. എന്താണോ മേഡം ഉദ്ദേശിച്ചത്? ആടാ 12ാമത്തവൻ. അതായത് 11ാമത്തവനെ ഞാൻ ഇന്നലെ തേച്ചില്ലേ, അവൻ ഉദ്ദേശിച്ചതുപോലെ അങ്ങ് ഒത്തില്ല. ഇനി നമുക്ക് 12ാമത്തവനെ പിടിക്കണമല്ലോ. അവനാണെങ്കിൽ ഞാൻ വന്നപ്പോ തന്നെ രാവിലെ തന്നെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. എനിക്ക് ലിപ്സ്റ്റിക്ക് കുറച്ച് കുറഞ്ഞു പോയി, അതാ വന്നുടനെ ഇട്ടത്. ഇനി നോക്കിട്ട് പറ, എങ്ങനെയുണ്ട് ഈ സൗന്ദര്യം, ഈ സ്ത്രീ സൗന്ദര്യം? നോക്കിട്ട് പറയടാ, പറ. ഓ, അല്ലെങ്കിൽ വേണ്ട, നിന്നോട് ചോദിച്ചിട്ടൊരു കാര്യമില്ല. ഈ ആണുങ്ങൾക്കല്ലേലും ഇതിനെ പറ്റി ഒന്നും അറിയില്ല. കാണുമ്പോഴുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ, തലയ്ക്കകത്തൊന്നും ഉണ്ടാവില്ല. നീ അങ്ങോട്ട് മാറി നിൽക്ക്. ഞാൻ എൻ്റെ ദക്ഷക്കുട്ടിയോട് ചോദിക്കട്ടെ, മാറി നിൽക്കടാ അങ്ങോട്ട്. ബെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന ദക്ഷയെ നോക്കിക്കൊണ്ട് അവൾ ചെന്നു. എന്നിട്ട് അവളെ കുലുക്കി വിളിച്ചു. എടി എഴുന്നേക്കടി, ഒന്ന് എഴുന്നേക്കടി. രാവിലെ തന്നെ വന്നിട്ട് അവളുടെ ഉറക്കം. രാവിലെ തന്നെ ഇങ്ങനെ കിടക്കാൻ നേണം മനന്നില്ലടി. എഴുന്നേക്കടി, നോക്കടി എന്റെ സൗന്ദര്യം നോക്ക്. എടി, അവളിങ്ങനെ ശല്യപ്പെടുത്തല്ലേ, അവളെ കിടക്കാൻ സമ്മതിക്ക്. പാവം, രാവിലെ തന്നെ വന്നിട്ട് തലവേദനയായിട്ട് കിടക്കുക. നീ അവളിങ്ങനെ ശല്യപ്പെടുത്തല്ലേ. ഓ, നിന്റെ മോന്ത നീ അവളെ കാണിക്കല്ലേ. അവള് തല കറങ്ങി വീഴാൻ ഇനി അതും കൂടി മതി. പട്ടി വെള്ളം കുടിക്കൂടി നിന്റെ മുഖത്ത് നോക്കിയാ. ഓ, നിന്റെ ചളിഞ്ഞ ചട്ടി കമത്തി വെച്ചേക്കുന്ന പോലെയുള്ള മോന്ത അല്ലടാ എന്റെ. നോക്കട എന്റെ മുഖം. അതിനെങ്ങനെ ബുക്കിനകത്ത് മാത്രം നോക്കിയിരിക്കുന്ന നിനക്ക് ഈ സൗന്ദര്യം ആസ്വദിക്കാൻ വല്ലത് അറിയോടാ? മതി, ഇതിന്റെ വീട്ടിൽ ഇനി വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട. നീ അസൈൻമെന്റ് ചെയ്തോ? പിന്നെ ചെയ്യാണ്ട്. ബയോളജി നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് അല്ലേ? അല്ലല്ലോ, അതിനൊക്കെ ആരാ ചെയ്യാതിരിക്കുക? എന്തിനു ചെയ്തില്ലെങ്കിലും ഞാൻ ബയോളജിക്ക് ചെയ്തിരിക്കും. അതും നമ്മുടെ കലിപ്പനാണെങ്കിലും ഹാൻസം ആയ നമ്മുടെ യാദവ് സാറിന്റെ സബ്ജക്റ്റ്. അയാളെ പൊക്കിയത് മതി. അയാളുടെ ഒരു കലിപ്പ്. ഇനി അസൈൻമെന്റ് ചെയ്തില്ലെങ്കിൽ മതി, അതിനെ നിർത്തി പൊരിക്കും. നീ അല്ലാത്ത സബ്ജക്റ്റിനൊന്നും അസൈൻമെന്റ് ഒന്നും ചെയ്യാത്തതാണല്ലോ. അതും ഇയാളുടെ വിഷയമായതുകൊണ്ട് മാത്രമല്ലേ നീ അസൈൻമെന്റ് ചെയ്തത്. അതും നിന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ്, ഫേവറേറ്റ് ചാപ്റ്റർ, റീപ്രൊഡക്ഷൻ. അതും കൂടിയാണ്. അങ്ങനെ വരട്ടെ, അല്ലേലും എനിക്ക് നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാടി. എടാ നോക്കടാ, വാനരപ്പട വരുന്നുണ്ട്. Talk dirty to എന്താടി
എന്താടി ഞങ്ങളെ പറ്റി നിങ്ങൾക്കിടയിൽ ടോക്ക്? ഞങ്ങൾ പലതും സംസാരിക്കും, പക്ഷെ അത് നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം ഞങ്ങൾക്കില്ല. നിന്നെ പറ്റി സംസാരിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. നിന്റെ അഹങ്കാരത്തിന് ഞങ്ങൾ നിന്നെ പിന്നെ എടുത്തോളാടി. എടുക്ക് എടുക്ക് എന്നെ ഒന്ന് എടുക്ക്, എടുക്കടി എടുക്കടി. എന്തേ നിനക്കെന്നെ എടുക്കണ്ടേ? നീയല്ലേ ഇപ്പൊ പറഞ്ഞത് എന്നെ എടുത്തോളാന്ന്. എടുക്കടി എന്നെ. ചുമ്മാ വായിട്ട് നിന്റെ പറഞ്ഞാൽ മാത്രം വരാം, എടുക്കുകയും കൂടി വേണം. നാണം വരില്ലല്ലോടി ചുമ്മാ ഇങ്ങനെ പറഞ്ഞു നടക്കാൻ. പോടിയൊന്ന് രാവിലെ തന്നെ ചോറിയാൻ വേണ്ടി ഇറങ്ങിക്കോളും ഓരോ ശകുനങ്ങൾ. നീനക്കിട്ട് ഞാൻ പിന്നെ തന്നോളാടി. ക്ലാസ് ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് നിന്നെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾക്കൊന്ന് കാണണം. Hello guys, what are you doing here? നിങ്ങൾ ഇവിടെ സംസാരിച്ച് നിൽക്കുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഹലോ ജിയ, how are you? Good morning. Today you looking so beautiful. Where is Diksha? ഈ ലൂസ്ലെസിനെയും കൂടെ വിളിച്ചിട്ട് പോടി. തലയ്ക്ക് വട്ടി പിടിച്ച ഇവനെയൊക്കെ നിന്റെ ഗ്യാങ്ങിലല്ല വേറെ ആരുടെയും ഗ്യാങ്ങിൽ ചേർക്കുവോ? ജിയ, നീ വെറുതെ എന്നെ വായിന്ന് കേൾക്കാൻ നിൽക്കണ്ട. നീ എന്താ പറഞ്ഞേ? അഗസ്റ്റിനൊരു യൂസ്ലെസ് ആണോ? അത് നിന്റെ മറ്റവനാടി. ഇതേ നീ എന്റെ മറ്റവനോട് ചാണ്ടല്ലോ. നിന്റെ കാരണക്കുറ്റി ഞാൻ അടിച്ച് പോകേക്ക് സ്റ്റെഫി. എന്നെ അടിക്കടി എന്നെ. നീ ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ തൊട്ട് നോക്ക്. സ്റ്റെല്ല, നിന്റെ കൂട്ടുകാരിനെ വിളിച്ചോണ്ട് പോകുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇവളുടെ പല്ല് ഇവിടുന്ന് പെറുക്കി എടുക്കേണ്ടി വരും. Oh guys, just stop it, yeah. എന്തുവാ guys, ഇങ്ങനെ കടി ഉണ്ടാക്കാൻ പാടുണ്ടോ? സ്റ്റെഫി, സ്റ്റെല്ല, വാ നമുക്ക് പോകാം. ദക്ഷിണ ഞാൻ അന്വേഷിച്ചെന്ന് പറയണേ ജിയ. ടാറ്റ. ഇതും പറഞ്ഞു തിരിയുമ്പോഴാണ് ക്ലാസിന്റെ ഡോറിൽ ചാരി നിന്ന് നോക്കുന്ന സാറിനെ കാണുന്നത്. അയാളെ കണ്ടതും ക്ലാസ് ഒരു ഡീപ്പായ സൈലന്റ് ആയിരുന്നു. What's happening here? എന്താണ് ക്ലാസ് ഇത്രയ്ക്കും ബഹളം? യാദവിനെ കണ്ടതും ക്ലാസ് മൊത്തം സൈലന്റ് ആയി. എല്ലാവരും പെട്ടെന്ന് തന്നെ അവരവരുടെ സീറ്റിൽ പോയിരുന്നു. യാദവ് ക്ലാസ്സിൽ കയറിയതും എല്ലാവരും അവനെ വിഷ് ചെയ്തു. അവൻ തിരിച്ചും ഗുഡ് മോർണിംഗ് ഓൾ, സിറാം. ഇരിക്കുന്നതിന് മുമ്പ് ഇന്നലെ ഞാൻ പറഞ്ഞ അസൈൻമെന്റ് എല്ലാവരും ചെയ്തു. ചെയ്യാത്ത ആൾക്കാർ എഴുന്നേറ്റ് നിൽക്കും. ക്ലാസ്സിലെ ഒരാൾ മാത്രം എഴുന്നേറ്റ് നിൽക്കുവാണ്, ഒരു പെൺകുട്ടി. യാദവ് അവളുടെ അടുത്ത് പോവുകയാണ്. എന്താ ദക്ഷ, നിനക്ക് മാത്രം എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അസൈൻമെന്റ് വെക്കാതിരിക്കാൻ? കോളേജ് കഴിഞ്ഞിട്ട് നിനക്ക് എന്താ വീട്ടിൽ പണി? യാദവ് എന്തൊക്കെ പറഞ്ഞിട്ടും ദക്ഷ ഒന്നും പറയാതെ നോക്കുവാണ്. എന്ത് പറഞ്ഞാലും കരഞ്ഞാ മാത്രം മതി. ക്ലാസ് കഴിഞ്ഞ് എന്റെ കൂടെ സ്റ്റാഫ് റൂം വരെ വാ. ദക്ഷ പറയുക, സാർ സാർ അത്. യാദവ് ദക്ഷയെ നോക്കാതെ പറഞ്ഞു. സിറാം. യാദവ് തിരിഞ്ഞു നോക്കുമ്പോൾ ദക്ഷ നിന്ന സ്ഥലത്ത് തന്നെ നിൽക്കുവാണ്. I say sit down. യാദവിന്റെ മുഖഭാവവും ശബ്ദവും മാറിയപ്പോ തന്നെ ദക്ഷ തന്നെത്താനേ ഇരുന്നു. ഓക്കെ, നാളെ നിങ്ങൾക്ക് ബയോളജി എക്സാം, ഫസ്റ്റ് ചാപ്റ്റർ റീപ്രൊഡക്ഷൻ. സോ നന്നായി പഠിച്ചിട്ട് വരാൻ ടെസ്റ്റ് കഴിഞ്ഞ് മാർക്ക് ഇല്ലാത്തവര് പ്രിൻസിപ്പലിനെ കണ്ടിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി. പിന്നെ നോട്ട് കംപ്ലീറ്റ് അല്ലാത്തവർ, അസൈൻമെന്റ് വെക്കാത്തവര് ആൻഡ് എക്സാമിന് മാർക്ക് ഇല്ലാത്തവർ എന്നെ പേഴ്സണലായി കണ്ടിട്ട് എക്സ്ട്രാ ക്ലാസ് അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾക്ക് വീട്ടിൽ പോവാം. വേറെ ഡൗട്ടൊന്നും ഇല്ലല്ലോ ആർക്കും? എന്നാ നമുക്ക് ക്ലാസ് തുടങ്ങാം. യാദവ് ഒന്നുകൂടി ആ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞു കൊടുക്കുവാണ്. ഇതേ സമയം ബാക്ക് ബെഞ്ചിലിരുന്ന സ്റ്റെഫി, എടി എടി സ്റ്റെല്ലേ സ്റ്റെല്ലേ, ഇന്ന് യാദവ് സാറിനെ കാണാൻ നല്ല ഹോട്ട് ആയിട്ടുണ്ടല്ലേ. ബ്ലാക്ക് കളർ ഷർട്ട്, ബ്ലാക്ക് കളർ പാന്റ്, ബ്ലാക്ക് കളർ ഷൂ, പിന്നെ കയ്യിലെ വെയിൻ. എന്റെ മോളിയെ മൊത്തം ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഷോ. സ്റ്റെഫിയുടെ അടുത്തിരുന്ന സ്റ്റെല്ല പറഞ്ഞു,
എടി നിനക്ക് സാറിന്റെ ഇതൊക്കെയാണ് ഇഷ്ടം. എനിക്ക് സാറിന്റെ ഷാർപ്പായിട്ടുള്ള ഐയും ആ ഹെയർ സ്റ്റൈലും പിന്നെ സെക്സി ബോഡി. ഓ മൈ ഗോഡ്, സാറിന് കിട്ടുന്ന പെണ്ണിന്റെ ഭാഗ്യവതിയാണ്. അവക്ക് നന്നായി അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ഇതെല്ലാം കേട്ടിരിക്കുന്ന ദക്ഷ മനസ്സിൽ വിചാരിക്കാണ്, നല്ല യോഗം. നീ പറഞ്ഞ ശരിയാ സ്റ്റെല്ല, നന്നായി അനുഭവിക്കുന്നുണ്ട്. സ്റ്റെഫി ചോദിക്കുക, അല്ല ദക്ഷേ, നിനക്ക് യാദവ് സാറിനോട് ക്രഷ് ഒന്നും തോന്നിയിട്ടില്ലേ? ദക്ഷ അറിയുക, ഏയ് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ദക്ഷ പറയുമ്പോൾ തന്നെ യാദവ് തിരിഞ്ഞു നോക്കുകയാണ്. ദക്ഷ, get out from class. സാർ, ഞാനൊന്നും I പറഞ്ഞില്ല. say get out. ദക്ഷ പിന്നെയൊന്നും പറയാൻ നിന്നില്ല. അവൾ ക്ലാസ്സിന് പുറത്തു പോയി. കഴിഞ്ഞ് ബെല്ലടിക്കുവാണ്. ഓക്കെ സ്റ്റുഡൻസ്, അപ്പൊ നാളത്തെ എക്സാം മറക്കണ്ട. താങ്ക് യു. യാദവ് ക്ലാസ്സിന് പുറത്തിറങ്ങിയതും ദക്ഷ നിൽക്കുന്നതാണ് കാണുന്നത്. എന്റെ കൂടെ ക്യാബിന് വരവാ എന്നും പറഞ്ഞ് യാദവ് പോവുകയാണ്. ദക്ഷ യാദവിന്റെ ഒപ്പം പോകുവാണ്. ദക്ഷ ക്യാബിനുള്ളിൽ കയറിയതും യാദവ് ഡോർ അടയ്ക്കുവാണ്. യാദവ് 2 ഷർട്ട് ബട്ടൺ അഴിച്ച് ദക്ഷയുടെ അടുത്ത് വരുവാണ്. എന്താ അസൈൻമെന്റ് ചെയ്യാത്തെ? അതിന് ദക്ഷ ഒന്നും പറഞ്ഞില്ല. യാദവ് ദക്ഷയുടെ അരയിലൂടെ ചുറ്റിപ്പിടിക്കുവാണ്. എന്താ അസൈൻമെന്റ് ചെയ്യാത്തേന്ന്? ദക്ഷ പറയുക, അത് ഇന്നലെ രാത്രി ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. ടൈം കിട്ടിയില്ല. ഓ, അതിനും മാത്രം മാഡത്തിന് എന്താ വീട്ടിൽ പണി? സാർ പ്ലീസ് എന്നെ വീട്, എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യല്ലേ. ഞാൻ ഫിസിക്കലി വളരെ വീക്കാണ്. നീ ചെയ്തതിന് ഞാൻ തരുന്നൊന്നും ഒന്നുമല്ല. ഇനി നീ അനുഭവിക്കാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ എന്റെ കൂടെ ജീവിക്കുന്നിടത്തോളം കാലം.